ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നിങ്ങൾ എന്താഗ്രഹത്തോടു കൂടിയാണോ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും കറണ്ട് ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷൻ റീയൂണിയൻ സാധ്യമാണോ? ഓക്കെ, ആദ്യം എടുക്കാം നിങ്ങളുടെ കറണ്ട് ഫീലിങ്ങും സിറ്റുവേഷനും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷൻ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെയും എൻ്റെ കാർഡിനെയും ഞാൻ യൂണിവേഴ്സിൻ്റെ അതിശക്തിയേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ജസ്റ്റിസ് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജിയുമാണ്, ഫീലിങ്സുമാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെയും കൂടെ എടുക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഡാണ്. ആദ്യം നിങ്ങളുടെ എനർജിയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഒരു ജസ്റ്റിസാണ് നിങ്ങൾ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. ചില വ്യക്തികൾ നിയമപരമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. മറ്റു ചില വ്യക്തികളുടെ നിങ്ങൾക്ക് നീതി വേണം, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ വിശ്വാസത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പം ഒരുപാട് നാളായി പേഴ്സൺ വരുന്നില്ല, കാണുന്നില്ല, ഒരു റിപ്ലൈ ഇല്ലെങ്കിലും നിങ്ങൾക്ക് നീതി കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി വരും, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തന്നെ വരും എന്നുള്ളൊരു നിശ്ചയത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികളുണ്ട്. മറ്റു ചില വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് മാരേജ് ചെയ്ത വ്യക്തികളാണെങ്കിലും ചില ഡിവോഴ്സ് കേസുകൾ നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും തേർഡ് പാർട്ടിയെ പൂർണ്ണമായും വിട്ട് നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ചില ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ ചെയ്യാത്ത തെറ്റുകളെ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളും ഉണ്ട്. അതിന് നിങ്ങളിപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ സത്യം പുറത്തു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പഴയ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കാൻ തയ്യാറാകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും സംഭവിച്ച എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു വിജയത്തിലേക്ക് കടക്കുവാൻ നിങ്ങൾ തയ്യാറാകുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഓവർ തിങ്കിങ് ഉണ്ട്. നിങ്ങളുമായിട്ട് ചില വ്യക്തികൾ മത്സരിച്ചിട്ടുണ്ട്, നിങ്ങളെ ചതിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സ്വപ്നത്തെ തടയുന്നതിന് വേണ്ടി ചില വ്യക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സന്തോഷത്തിൽ കയറി കളിച്ച് ഒരുപാട് അടിയും വഴക്കുകളും ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓവർ തിങ്കിങ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട്, എല്ലാം മറന്നുകൊണ്ട് നിങ്ങൾ ഇനി നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയമാണ്. തോൽപ്പിച്ച വ്യക്തികളുടെ മുന്നിൽ ഒരു വിജയം കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ശരിയായ ക്ലാരിറ്റി ചില വ്യക്തികൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ മറ്റൊരു ഡയറക്ഷനിലേക്ക് പോകുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുകയാണ്. ജീവിതത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഉറച്ച തീരുമാനം ചില വ്യക്തികളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയുള്ള സമയം വിജയത്തിൻ്റെ സമയമാണ്. ചില വ്യക്തികൾക്ക് വിജയം ലഭിച്ചിരിക്കുന്നു. നിങ്ങളെ തള്ളിക്കളഞ്ഞ വ്യക്തികൾ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് സമൂഹമായാലും ശരി, വീട്ടുകാരായാലും കൂട്ടുകാരായാലും തള്ളിക്കളഞ്ഞ സ്ഥലത്ത് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്ന സമയം വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ വരാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉള്ളുകൊണ്ട് സ്ട്രോങ് ആയിരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് വന്നിരിക്കുന്നു. ഓക്കെ, ലവേഴ്സ് കാർഡ് എന്തുകൊണ്ടാണ് വന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചില വ്യക്തികളുടെ ലൈഫിലേക്ക് പുതിയ ഫ്രണ്ട്സുകൾ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വരാൻ പോകുന്നു. ഓക്കെ, ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് വരാൻ പോകുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ ഫ്രണ്ട്സുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു. നിങ്ങളുടെ ജോലി സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള
സ്നേഹമായിരിക്കാം, ഫ്രണ്ട്ഷിപ്പായിരിക്കാം. നിങ്ങൾക്കത് നല്ല ബലം തരുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ട് ചില വാക്കുകൾ ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ബാലൻസ് തെറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഈ ഒരു ഫ്രണ്ടിൻ്റെ കടന്നു വരവോട് കൂടി നിങ്ങൾക്ക് ബാലൻസ് ലഭിക്കുന്നുണ്ട്. ഇതുവരെയും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതാണ്. അതല്ല എങ്കിൽ പഴയ വ്യക്തി തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ഇതുവരെ വേദനിച്ച് നിങ്ങൾക്ക് ബാലൻസിങ് ഇല്ലാതിരുന്ന സമയമാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നതോടുകൂടി നിങ്ങൾ സ്ട്രോങ് ആകുകയും സമാധാനം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നീതി ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിൽ നിന്നും അകന്നുപോയ പേഴ്സണാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. ഒരു അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു സെക്ഷൽ അട്രാക്ഷനൊക്കെ നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തോടും അമിതമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് സോഡ് വന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ചില വ്യക്തികൾക്ക്, എല്ലാവർക്കും റെസനേറ്റ് അല്ല, ചില വ്യക്തികൾക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ്. ഒരുപാട് ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്നുണ്ട്. യാത്ര ചെയ്ത് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തേക്ക് ചെന്നാലോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ബേർഡൻ, 10 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പറഞ്ഞ വാക്കുകളെല്ലാം റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഓർമ്മ വരികയാണ്. ചിലപ്പം എന്നേക്കുമായിട്ട് പിരിയാം. ആദ്യകാലങ്ങളിൽ കണ്ടുമുട്ടിയ സമയത്തും ഇപ്പോൾ പിരിയുന്ന സമയത്തും സംസാരിച്ച പല വാക്കുകളും നിങ്ങളെ ഉറക്കം നശിപ്പിക്കുന്നതായിട്ട് വരുന്നുണ്ട്. 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയത്. റിപ്പീറ്റായിട്ട് വീണ്ടും ആലോചിച്ച് നിങ്ങൾക്ക് ടെൻഷനിലേക്കും രോഗങ്ങളിലേക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പല വ്യക്തികൾക്കും ഉറക്ക ഗുളിക കഴിച്ചിട്ട് കിടക്കുന്ന അവസ്ഥ കൂടി വന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തങ്ങളിൽ ഒരുപാട് അകലങ്ങളിലായിരിക്കുന്നു. മാനസികമായിട്ട് ഒരുപാട് ദൂരെ ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ നൽകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് യാത്ര ചെയ്ത് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തേക്ക് പോയി ഒന്ന് കണ്ടാലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ചില വ്യക്തികൾ നിങ്ങളുടെ പേഴ്സൺ ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് വഴിക്കണ്ണോടുകൂടി ചിലപ്പോൾ മുറ്റത്തോ മറ്റോ ഏതെങ്കിലും വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ തന്നെയും നിങ്ങൾ ഓടിപ്പോയി നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണോ വന്നതെന്നാണ്. ഓക്കെ, അങ്ങനെയുള്ള ചില എനർജിയിലും ചില വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 5 ഓഫ് സോഡാണ്. നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളെ വിശ്വസിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും എല്ലാ വ്യക്തികളോടും ഓപ്പണായി പറയുകയും അവരെ വിശ്വസിക്കുകയും ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളിപ്പോഴും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പല വ്യക്തികൾക്കും നിങ്ങളുടെ കൂടെയുള്ള ചില വ്യക്തികൾ നിങ്ങളെ ചതിച്ചതായി കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുന്നതിന് നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ, നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടിനാളിലെ അറിയുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ കൂടെ പഠിച്ച വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട് തന്നെ ആയിരിക്കാം, ചതിച്ച് നിങ്ങളുടെ പേഴ്സണെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില കുശുമ്പ് കയറിയിട്ടോ നിങ്ങളെ ചതിച്ചതാണ്. മറ്റ് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കുന്നത് അവർക്ക് സഹിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ചതിച്ചുകൊണ്ട് അവർ സന്തോഷിക്കുകയാണ്. ഓക്കെ, മറ്റ് വ്യക്തികളെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ പിറകിൽ നിന്ന് തന്നെ വഞ്ചിക്കുന്നതിന്, കൂട്ടം ചേർന്ന് തന്നെ നിങ്ങളെ ആക്രമിക്കുന്നതിനും ചില വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എനർജി ആയിരിക്കും. ഓക്കെ, ഇത് എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ് വരുന്നത്. ഏസ് ഓഫ് സോഡ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് മാനസിക സപ്പോർട്ട് ഡിവൈൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ ഡിവൈൻ്റെ ഹെൽപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് വരുന്നു. ചില വ്യക്തികളുടെ ലൈഫിലേക്ക് പുതിയ കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. പുതിയ കാര്യങ്ങളാകുമ്പോഴത്തേക്ക് ചില റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ ജോലി ആയിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും
ഒരു പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി സിറ്റുവേഷനും. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കൂടി നമുക്ക് നോക്കാം. പേഴ്സൺ ഈ ഒരു സമയം നഷ്ടബോധത്തിൽ നിൽക്കുകയാണ്. എന്തൊക്കെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇമോഷണൽ പരമായിട്ടാണെങ്കിലും ശരി, അവരുടെ ജീവിതത്തിൽ ജോലിയിൽ എന്തൊക്കെയോ വലിയ നഷ്ടങ്ങൾ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നു. അവർക്ക് ജസ്റ്റിസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആരൊക്കെയോ ആയിട്ട് അവരുടെ ലൈഫിൽ ആരൊക്കെയോ ആയിട്ട് വലിയ അടിയും ബഹളവും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എല്ലാവരും അവരുടെ കൂടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിച്ച് ചെയ്ത പല കാര്യങ്ങളും ഇന്ന് അവർ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷെ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനും നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടുത്തിയതിലും അവർക്ക് കുറ്റബോധമുണ്ട്. അവരുടെ മനസ്സിൽ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് അവരാഗ്രഹിക്കുന്നു. കാരണം ഇത് നിങ്ങളുടെ കാർഡിന് നേരെ വന്ന കാർഡായതുകൊണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ചാരിയറ്റ് വന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഒരു യാത്ര തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, 4 ഓഫ് കപ്പാണ്. ചില കാര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ യാത്ര ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളോട് ഒരുപാട് ദേഷ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതുവരെയും നിങ്ങൾക്ക് മെസ്സേജോ കോളോ ഒന്നും തന്നില്ലായിരുന്നു എങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരാൻ തീരുമാനിക്കുന്നു. കാരണം നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോയിരിക്കുന്നു. ഇതുവരെ സംഭവിച്ചതെല്ലാം നിങ്ങൾ മറന്നിരിക്കുന്നു. അത് കാരണം നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. ചില വ്യക്തികൾക്ക് ഇതുവരെയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലോക്കുകൾ ഓപ്പൺ ആവുകയും നിങ്ങൾക്ക് മെസ്സേജോ കോളോ വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. ഓവർ തിങ്കിങ് ആണ് അവർക്ക് ഈ ഒരു സമയം ഉള്ളത്. ഒരുപാട് ഭാരം, മനസ്സിന് ഒരുപാട് ഭാരമാണ് അനുഭവപ്പെടുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്ത് കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ വന്നിരിക്കുന്നത്? നിങ്ങളിലേക്ക് തിരിച്ച് കടന്നു വരണമെന്ന ഒരു റീയൂണിയന് വേണ്ടിയിട്ടും അവർക്ക് സ്ട്രെങ്ത് കുറവാണ്. ഇവിടെ ലവേഴ്സ് കാർഡാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഉടൻ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും. അല്ലെങ്കിൽ ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി സ്ട്രെങ്ത് എടുക്കുകയാണ്. പക്ഷേ അതിന് മാനസിക ധൈര്യം വളരെ കുറവാണ്. 5 ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങളെ ചതിച്ചു പോയതും നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിയതും ജഗ്ലിങ് ചെയ്തതും മറ്റു വ്യക്തികളുമായിട്ട് ചില ശാരീരിക ബന്ധത്തിലേർപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് പെയിനാണ്, ഒരു കുറ്റബോധമാണ് തോന്നുന്നത്. നിങ്ങളിൽ നിന്ന് ചില പൈസകൾ അവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് തരാൻ കഴിയാതെ പറ്റിച്ചു, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, വഞ്ചിച്ചു പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് അവർക്കൊരു മാനസിക ബലം കുറവായിട്ട് തോന്നുന്നു. ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും സംഭവിക്കും. പക്ഷേ അതിന് സ്ട്രെങ്ത് കുറവാണ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. കാരണം മിററിങ് ആണ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കാൻ ഒരുങ്ങും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ സെൽഫ് ലവ് ചെയ്യും. നിങ്ങളെ സ്നേഹിക്കാൻ വരത്തില്ല. നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്നത് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ സ്വന്തമായി സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ സ്നേഹിക്കുന്നതിന് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? എല്ലാം നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് മാറിയിരിക്കുന്നു. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കണേ. അപ്പോൾ സെൽഫ് ലവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പേജ് ഓഫ് പെൻറ്റിക്കിൾ. ഇത് എർത്തിൻ്റെ എനർജിയാണ്. വളരെ സ്ലോ ആണ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് സ്പീഡ് കൂടുകയുള്ളൂ. എർത്തിൽ നിന്നും എയറിലോട്ട് മാറുകയുള്ളൂ. എയറും ഫയറിലോട്ട് മാറുകയുള്ളൂ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ അഫർമേഷൻ ചെയ്യുകയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് വരുന്നത്. മിററിംഗ് ആണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അഗാധമായി നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാരണം നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഉറക്കം ലഭിക്കുന്നില്ല. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഓക്കെ, കിങ് ഓഫ് സോർഡാണ് വന്നിരിക്കുന്നത്.
ഈ ഒരു ദേഷ്യം, നിങ്ങളോട് ദേഷ്യപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളെന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് രാത്രി ഉറക്കമില്ലാതെ നിങ്ങൾ ചിന്തിച്ച് കൂട്ടിയത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാണിച്ച അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം കാണിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ദേഷ്യപ്പെട്ടും നിങ്ങൾ അനാവശ്യങ്ങൾ പറഞ്ഞു പോയ കാര്യങ്ങളും നിങ്ങൾ പഴയ മെസ്സേജുകളും ഫോട്ടോസുകളൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ കറക്റ്റ് അതേ കാർഡിന് നേരെ തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, പഴയ കാര്യങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ വിളിച്ച് വഴക്ക് പറഞ്ഞതും അനാവശ്യങ്ങൾ പറഞ്ഞതും തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിയതും മറ്റൊരു വ്യക്തിയുടെ വാക്ക് കേട്ട് നിങ്ങളെ വേദനിപ്പിച്ചതെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരണം, നിങ്ങൾക്ക് വേണ്ട സ്നേഹം നൽകണമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിയമം നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കണം, നീതി ലഭിക്കണം, നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം അവർക്ക് നിങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വരാൻ കഴിയാത്ത വണ്ണം ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ അതിൽ നിന്ന് അവർ പുറത്തിറങ്ങുന്നുണ്ട്, അവർ ആ കെട്ടുകളെ അഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ കണ്ണ് കെട്ടിയിരിക്കുന്നത് അവർ അഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഓവർ തിങ്കിങ് അവർ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരാൻ ചാരിയറ്റ് കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഹാപ്പി ഉണ്ടാകുന്നതായിരിക്കും. ഡബിൾ എനർജി ഇവിടെ അസ്തമിക്കാൻ പോകുന്നുണ്ട്. ഡബിൾ എനർജിക്ക് ശക്തി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ബ്ലാക്ക് എനർജി റിമൂവിങ് ഇവിടെ വർക്കൗട്ട് ആകുന്നുണ്ട്. ഒക്കെ ചില വ്യക്തികൾ ബ്ലാക്ക് എനർജി റിമൂവ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബ്ലാക്ക് എനർജിയുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു 10 ഓഫ് കപ്പിൻ്റെ എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ട്. ബ്ലാക്ക് എനർജി ഇവിടെ ശക്തി കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് പ്രയോറിറ്റി തന്നിട്ടില്ല എങ്കിൽ മറ്റ് വ്യക്തികളുടെ വാക്കുകൾ, കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെയും ലൈഫിൽ ചില വ്യക്തികൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ഇടപെടൽ കാരണമാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി തരാതെ മറ്റ് പല വ്യക്തികൾക്കും പ്രയോറിറ്റി കൊടുത്തിരുന്നു അവർ. ഓക്കെ, നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെ ഇവിടെ മാറ്റിയിട്ടിരുന്ന അവസ്ഥയിൽ കൂടി കടന്നുപോയി. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. ഇതിന് കാരണമുണ്ടായത് ചില വ്യക്തികൾ നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും തങ്ങൾ അടികൂടിക്കുന്നതിന് വേണ്ടിയിട്ട്, റിലേഷനെ പിരിച്ചു മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും റിലേഷൻഷിപ്പ് നല്ലതുപോലെ കൊണ്ടുപോകണമെന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആദ്യം വന്ന അതേ കാർഡ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്, 5 ഓഫ് കപ്പ്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്നും നിങ്ങളുടെ റിലേഷന് വേണ്ടിയിട്ട് ഇനി പ്രവർത്തിക്കണമെന്നും നിങ്ങളെ തിരിച്ചു വേണമെന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ശാപം അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചതിൻ്റെ കർമ്മയാണ് അനുഭവിക്കുന്നതെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് തരാനുള്ള പണമെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി. ഒരു റീയൂണിയൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. റീയൂണിയൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്താണ് പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നത്? ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ എന്താണ് എത്രയും പെട്ടെന്ന് യൂണിവേഴ്സിൻ്റെ അതിശക്തിയേറിയ എനർജിയിൽ അവസാനിക്കാൻ പോകുന്നത്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ നിന്നും അവരനുഭവിക്കുന്നതായ പ്രശ്നങ്ങളിൽ എന്താണ് എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് നൽകണമേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത് അഫർമേഷനായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്താണ് അവസാനിക്കാൻ പോകുന്നത്? എൻ്റെ വ്യൂസ് നേരിടുന്ന പ്രശ്നം എന്താണ് അവസാനിക്കാൻ പോകുന്നത്? ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 8 ഓഫ് സോഡാണ്. നിങ്ങൾക്ക്
മുന്നോട്ട് ഒരു വഴിയും ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു വഴിയും ഇല്ല, എല്ലാം അടഞ്ഞതായിരുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ വഴി തുറക്കപ്പെടുകയാണ്. മറ്റ് പല വ്യക്തികളും നിങ്ങളുടെ മാനസിക ബലത്തെ തളർത്തിക്കൊണ്ട് ഇനി ഒരിക്കലും നിങ്ങൾക്ക് ആ റിലേഷൻ ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സ്വയം, ഒന്നുകിൽ നിങ്ങൾ സ്വയം അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ ചേർന്ന് നിങ്ങളെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ, അത് ജോലി കാര്യത്തിലായാലും ശരി തന്നെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ തന്നെയാണെങ്കിലും നിങ്ങൾ എന്താണോ നിങ്ങളുടെ വഴികൾ അടയ്ക്കപ്പെട്ടിരുന്നുവെങ്കിൽ അത് ഓപ്പണായി ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഗ്രോത്ത് കാണാൻ പോകുകയാണ്. ഇവിടെ മൊത്തം ഗ്രോത്താണ്. ആ ഗ്രീൻ സീനറി എന്ന് പറയുന്നത് ഗ്രോത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്ത്, ഫ്ലവറിങ്, എല്ലാം അബണ്ടൻസ് എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കാണാൻ പോകുന്നു. ചില വ്യക്തികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റ് ചില വ്യക്തികളുടെ കണ്ണ് തുറക്കപ്പെടുകയാണ്, വാതിൽ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഏഞ്ചൽ ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഏഞ്ചൽ മെസ്സേജ് ആയാലും ശരി തന്നെ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. ഏഞ്ചൽ നിങ്ങളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ശ്രമങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാത്ത വണ്ണം ഇതുവരെയും നിങ്ങൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ്, നിങ്ങളുടെ പേഴ്സണെ അവർ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ, അവരുടെ സ്വഭാവത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ അവർ ശ്രമിക്കുന്നതാണ്. കാരണം നിങ്ങൾ അകന്നു പോകുന്നത് അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല. ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ തെറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു, സ്വയം മനസ്സിലാക്കിയിരിക്കുന്നു. അവർക്കിപ്പോൾ ഈഗോ ഒന്നും ഇല്ല എന്ന് റീഡിങ്ങിൽ കണ്ടിരുന്നു. ഓക്കെ, നിങ്ങളിപ്പോൾ എങ്ങനെയാണോ അതുപോലെ നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കടന്നു പോകും. ചിലപ്പോൾ ഇത് നിങ്ങളുടെ തോട്ട് തന്നെ ആയിരിക്കാം. ഈ പ്രശ്നങ്ങളെല്ലാം കടന്നു പോകും. നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വിശ്വസിക്കുന്നുണ്ട്. സോളിൻ്റെ മെസ്സേജാണ്. ഓക്കെ, ചില വ്യക്തികൾ പറയുന്നുണ്ട് ഒരിക്കലും അവരുടെ ഫീലിങ്സ് എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും സംശയത്തിൻ്റെ പേരിലായിരിക്കാം, ഓവർ തിങ്കിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും അവരുമായിട്ട് സംസാരിച്ച് അവർക്ക് സമാധാനം കൊടുക്കാതെ നിരന്തരമായി അവർ ചെയ്യാത്ത തെറ്റുകൾക്ക് നിങ്ങൾ പഴി കൊടുത്തത് കൊണ്ടായിരിക്കാം അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് ആയിരിക്കും ഇത്. ഒരിക്കലും നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ പേഴ്സൺ നിങ്ങളുടെ ഫീലിങ്സോ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, സിറ്റുവേഷൻ നിങ്ങൾക്കാണ് മനസ്സിലാകുന്നത്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണോ, ശരിക്കും എന്തെങ്കിലും കുറ്റം ഉണ്ടായിട്ടാണോ ഈ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ചില വ്യക്തികൾ പറയുന്നു അവർക്ക് അവർക്കൊരു പ്രശ്നവുമില്ല, നിങ്ങൾ എങ്ങനെ പോയിരുന്നാലും അവരെ ബാധിക്കുന്നതല്ല ഇനി നിങ്ങളുമായിട്ടുള്ള റിലേഷൻ. അത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കാം. നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആയി എന്നറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം കൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, ചില വ്യക്തികൾ പറയുന്നു നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ സമ്പത്തിനെയാണ്, എൻ്റെ പണത്തെ മാത്രമാണ് സ്നേഹിച്ചതെന്ന് പറയുന്നു. ഒരുപക്ഷെ ഇതും നിങ്ങളുടെ എനർജിയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലൂസുകൾ കൂടി എടുക്കാം. വി എന്നുള്ള ലെറ്റർ വന്നിട്ടുണ്ട്. കിഴക്കേ മുക്ക്, മിൽമ, ഓടി കാറ്. ഇ എന്ന് പറയുന്ന ലെറ്റർ ചതയം, അവിട്ടം, 22. ലവ് തേർഡ് പാർട്ടി. നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കാം ലവ് തേർഡ് പാർട്ടി ഉണ്ടെന്ന്. ഓക്കെ, മകരം, മകം ലെറ്റർ എൽ, 9 മന്തുമകം. ഫിഷ്, ഏടമുട്ടം, തൃക്കേട്ട, റെഡ് ഷൂ ആൻഡ് ചെപ്പൽ. 2002, 2007 മകം. 8, 11, 13 സോൾമേറ്റ്. തിരുവോണം, ജി എന്ന് പറയുന്ന ലെറ്റർ 23 ചതയം, കോട്ടയം, അമ്പലപ്പറ, പട്ടാമ്പി, ഗ്രീൻ കളർ ഷൂ. 1989 ക്ലാസ്മേറ്റ്സ്, കാർത്തിക, ഡോക്ടർ, ഹോസ്പിറ്റൽ. 1981
ഹോണ്ട കമ്പനിയിൽ ജോലി ചെയ്യുന്നതോ ആയിരിക്കാം. ഹോസ്പിറ്റലാകുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കും കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലുമായിട്ട് ബന്ധമുള്ള ജോലി ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ. നയൻതാര ബാർ വന്നിട്ടുണ്ട്. ബാർ മറ്റേ വെള്ളം ആൽക്കഹോൾ വിൽക്കുന്ന സ്ഥലം. രാഷ്ട്രീയം കർക്കിടകം ചാത്തന്നൂർ മഹാരാഷ്ട്ര. 3034 കാശ്മീർ. ഫോൺ നമ്പർ 7 ആലപ്പുഴ. വെള്ളൂർ. ഇൻസ്റ്റഗ്രാം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലായിരിക്കും കണ്ടുമുട്ടിയിട്ടുള്ളത്. തിരുവനന്തപുരം PVT FH അഡ്വക്കേറ്റ്. തെങ്ങുമായിട്ട് ബന്ധം ഉള്ള ജോലിയായിരിക്കാം. ഗൾഫ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഡിസംബർ. കാറ്ററിംഗ് സർവീസ്. കൊല്ലം. വർക്കല. എന്ന് പറയുന്ന ലെറ്റർ. തൃശ്ശൂർ. എന്തിൻ്റെങ്കിലും പ്രസിഡന്റ് ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കും. പ്രസിഡന്റ് ആയിരിക്കാം. കുടുംബശ്രീ. കലവൂർ. മണിമല. HM. ഉത്രാടം. വാച്ച് ഗിഫ്റ്റ്. പൊള്ളാച്ചി. ഹോട്ടലിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഒരുമിച്ച് ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും. 1990-94 വിശാഖം. പലവൂർ. കൊട്ടാരക്കര. വർക്ക്ഷോപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ വർക്ക്ഷോപ്പ് ഉണ്ടായിരിക്കാം. കളികാവ്. വീട്ടുജോലി. ചിലപ്പോൾ നിങ്ങൾ ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടുജോലി മാത്രമായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള വീടുകളിൽ ജോലി ചെയ്യാൻ പോകുന്ന വ്യക്തിയായിരിക്കാം. മുംബൈ. 23-26 മാഹി. വടകര. 39-43-41 പട്ടാളം. കന്നഡ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കന്നഡ ഉപയോഗിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്ന് പറയുന്ന ലെറ്റർ. 21 ഉത്രാടം. 7-9-12 എന്ന് പറയുന്ന ലെറ്റർ. ഉത്തരം 11 നമ്പർ. ഫോൺ നമ്പർ ലാസ്റ്റ് 5. നിങ്ങളുടെ അയൽവാസി ആയിരിക്കാം. രാമപുരം. D എന്ന് പറയുന്ന ലെറ്റർ. X അനിഴം എന്ന് പറയുന്ന നാള്. 17 നമ്പർ. തലയോല പറമ്പ്. അലൂമിനിയം ഫാബ്രിക്കേഷൻ. കവടിയാർ. ഹോട്ടൽ പിന്നും വന്നിട്ടുണ്ട്. നിങ്ങളൊരു പക്ഷേ ആദ്യമായിട്ട് കാണുന്നത് ഹോട്ടലിൽ വെച്ചായിരിക്കാം. ഫോൺ നമ്പർ 8 ലാസ്റ്റ് വരുന്നതാണ്. 1995-98 AMO ലെറ്റർ. പുൽപ്പള്ളി. ടാറ്റു. നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിലോ ടാറ്റു അടിച്ചിട്ടുണ്ടായിരിക്കാം. സ്നേക്കിൻ്റെ ടാറ്റു ആയിരിക്കും പ്രത്യേകിച്ച് അടിച്ചിട്ടുള്ളത്. D എന്ന് പറയുന്ന ലെറ്റർ. രോഹിണി. 4 എന്ന് പറയുന്ന നമ്പർ. ഗുരുവായൂർ. 4 എന്ന് പറയുന്ന നമ്പർ വരുമ്പോഴത്തേക്ക് മാസവും കൂടി എടുക്കണം. വടകര. പയ്യോളി. ടിൻ ഫ്ലെയിം. ആരോ ഒരു വ്യക്തി ടിൻ ഫ്ലെയിം ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു നോസ്. കോഴിക്കോട്. പെയിൻറ്റിങ്. ചവറ. പരിമണം. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. ഇത് റെസനേറ്റ് ആയില്ലെങ്കിലും കാർഡിൽ എല്ലാ സോഡിയാക് സൈനും വന്നിട്ടുണ്ട്. എല്ലാ രാശികളും കാർഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ. മേടം മുതൽ മീനം വരെയുള്ള എല്ലാ രാശികളും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ പേര് വന്നില്ലെങ്കിലും ഞാൻ എടുത്ത കാർഡുകളിലെല്ലാം നിങ്ങളുടെ രാശി ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.